പ്രിയമുള്ളവരെ, റിയലിറ്റി ഫ്ലോക്സിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് മാറാക്കര മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു സന്ദർശനത്തിന്റെ വേളയിൽ ശ്രദ്ധയിൽപ്പെട്ട ഒത്തിരി കാഴ്ചകളുണ്ടായിരുന്നു. പഴയതും പുതിയതുമായിട്ടുള്ള ഒത്തിരി അറിവുകൾ നമുക്ക് നേടിയെടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു മാറാക്കര മഹോത്സവവുമായി ബന്ധപ്പെട്ട് കാണാനിടയായത്. എന്തായാലും മാറാക്കര മഹോത്സവവുമായി ഉള്ള സന്ദർശനത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ, നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ തീ ആളി പടരുമ്പോൾ ബിൽഡിങ്ങിന് തീ പിടിക്കുക, വീടുകൾക്ക് തീ പിടിക്കുക, അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ കിണറിൽ വീണ് പോകുന്നത്, അങ്ങനെ വാഹന അപകടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഏതേത് രീതിയിലുള്ള അപകട സാഹചര്യങ്ങളെയും നേരിടാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് ഫയർഫോഴ്സിനാണ്. അപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവർ ഓടിയെത്തുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതൊക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്ന അവരുടേതായിട്ടുള്ള കുറേ ടൂൾസുകളുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മൾ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ ചെറിയപ്പഞ്ഞ് അലാറം മുഴക്കി അങ്ങനെ ഓടിപ്പായുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന ബിൽഡിങ്ങിന് തീ പിടിച്ചു, അഗ്നി പടർന്നു പിടിച്ചു, അതിനെ അണക്കാൻ വേണ്ടി ഫയർഫോഴ്സ് വന്നു, തീ അണച്ചു, കാര്യങ്ങളെല്ലാം സന്തോഷത്തിലായി എന്നൊക്കെ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ അവർ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന പല പല ടൂൾസുകളുണ്ട്. അത്തരം ടൂൾസുകളെ പരിചയപ്പെടുത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റാൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സാറ് തന്നെ അതെല്ലാം വിശദമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും അത്തരം ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തലാണ് സാറുമായിട്ടുള്ളൊരു അഭിമുഖം. അദ്ദേഹം നമുക്ക് മുമ്പിലായിട്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. പഴയതും പുതിയതുമായി അവർ ഉപയോഗപ്പെടുത്തുന്ന ടൂൾസുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കും. ഒരുപക്ഷെ ഇത്തരം വാർത്തകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, ഇത്തരം വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ മാന്യ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും, അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനും, ചാനലിൻ്റെ പ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഓർമ്മത്തിക്കൊണ്ട് പുതിയ വീഡിയോ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ സാറിന്റെ പേരൊന്ന് പറഞ്ഞോളാം. ഓക്കെ, ഇത് സാർ എന്തൊക്കെയായിരുന്നു? ഇത് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഞങ്ങള് ഫയർഫോഴ്സില് റോസിന്റെ മുമ്പിൽ കണക്ട് ചെയ്തിട്ട് വെല്ലടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ഇതൊക്കെ പലതരത്തിലുള്ള ബ്രാഞ്ചുകളാണ്. ഇത് റിവോൾവിംഗ് ഹെഡ്, ഡിഫ്യൂസർ, അങ്ങനെ ഓരോന്നും ഇതൊക്കെ നമ്മൾ വെള്ളം പോയി ചെയ്യുമ്പോൾ അതായത് ഓരോ രീതിയിൽ വെള്ളം വരും. ഇപ്പൊ പിന്നെ കാര്യമായിട്ട് ഇത് ഓർഡിനറി ബ്രാഞ്ച്. ഇതിപ്പോ കാര്യമായിട്ട് ഇപ്പൊ പുതിയ മോഡൽ ബ്രാഞ്ച് വന്നിട്ടുണ്ട്, ഹാൻഡ് കൺട്രോൾ ബ്രാഞ്ച്. ഇതിലും പുതിയത് വന്നിട്ട് അതിൽ നമുക്ക് ഓരോ തരത്തില് സ്പ്രേയും ഇഷ്ടമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ സ്പ്രേ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിലും പുതിയതാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. മറ്റേത് ഈ ബ്രാഞ്ച് ആണെങ്കിൽ ഇത് ഓർഡിനറി ബ്രാഞ്ചാണ്. ഇത് നമ്മള് അവിടുന്ന് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ അത് പോന്നോണ്ടിരിക്കും. കട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഓഫ് ആക്കും. ഇത് നമുക്ക് ഇത് പുതിയ ബ്രാഞ്ച് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ലോക്ക് ആകും. ഇവിടെ ഓഫ് ആവും. അവിടെ വർക്ക് ചെയ്തെങ്കിലും വെള്ളം വരുന്നത് ടാപ്പ് സിസ്റ്റം. ഇതിലതില്ല. ഇത് വന്നോണ്ടിരിക്കും. അത് പഴയ മോഡലാണ്. അത് പഴയ ഇതൊക്കെ ബ്രാഞ്ചാണ്, പലതരത്തിലുള്ള ബ്രാഞ്ചാണ്. ഇതൊക്കെ പഴയ മോഡൽ തന്നെ. അതിന്റെ ഇതൊക്കെ ഓരോരോ മോഡലാണ്. അതായത് റിവോൾവിംഗ് കെട്ട് അറിയും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. വെള്ളം പോന്നു കഴിഞ്ഞാൽ നമ്മൾ ഉയർത്തി പിടിക്കുക, വൈഡ് ഏരിയ കവർ ചെയ്യും. സ്പ്രിങ്കിൾ ടൈപ്പ്. പിന്നെ ഇത് മറ്റേ നമ്മുടെ ഡിവൈഡിംഗ് ബ്രിഡ്ജ്, ഇത് കളക്ടിംഗ് ബ്രിഡ്ജ്. ഇതെന്താ വെച്ചാല് നമ്മള് വരുന്നത് ഡിവൈഡ് ചെയ്തിപ്പോ രണ്ട് സ്ഥലത്ത് കൊടുക്കണം. ഇവിടുന്ന് ഒരു റോസ് കാണിച്ചത് അങ്ങോട്ടും പോവാം. ഡൈവേർട്ട് ചെയ്ത് വിടും. ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് സൈഡിലേക്കായിട്ട് ഡിവൈഡിംഗ് ബ്രിഡ്ജ്. അതിന്റെ മറ്റൊരു മോഡൽ അല്ലല്ല, ഇത് കളക്ടിംഗ്, നേരെ ഓപ്പോസിറ്റ്. ഒരു പല സോഴ്സിൽ നിന്നും നമ്മൾ വണ്ടിയിലേക്ക് പല സോഴ്സിൽ നിന്നും വെള്ളം എടുത്തിട്ട് ഒന്നിലൂടെ തള്ളുക. ഇത് പിന്നെ പണ്ടത്തെ FMBP എന്നാ പറയുക, ഫോം മേക്കിംഗ് ബ്രാഞ്ച് പൈപ്പ്. ഇത് 5X ആണ്. ഇതിന്റെ വേറെ മോഡലാണ്. ഇത് നമ്മള് ഫോം വെള്ളം കൊണ്ട് കിട്ടാൻ പറ്റുന്ന ഫോം ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട് ഈ ബ്രാഞ്ച് ഇതിനെ നോസിൽ കണക്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ഫോമിന്റെ ഇതിലേക്ക് ഒരു ഇതുണ്ടായിരിക്കും, ക്യാനിലേക്ക് കുത്തി ഇറക്കും. എന്നിട്ട് അടിക്കുമ്പോൾ വെള്ളത്തിന്റെ ഒപ്പം തന്നെ അതിന് ഫോമും വേഗം വലിച്ചെടുത്തിട്ട് ഫോം പൊറത്തിക്കും. അതിനു വേണ്ടി ഇതിന് ബെല്ല്, പണ്ടത്തെ ബെല്ലാണ്. ഇത് പണ്ട് ഉപയോഗിച്ച് നമ്മള് ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സൈറം വരുന്നതിന് മുമ്പ് ബെല്ലൊക്കെ ആയിരുന്നു. അന്ന് ബെല്ല് ആളുകൾക്കൊരു സിഗ്നൽ കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് മിസ്റ്റ്, വാട്ടർ മിസ്റ്റ്. ഇതൊക്കെ ഇത് നമ്മള് മെയിനായിട്ട് ഇവിടെ ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ സ്ട്രോങ് റൂമിലും ഇതൊക്കെ വയ്ക്കും. ജസ്റ്റ് തോളിലിട്ടിട്ട് നമുക്ക് ഫയർ ഫൈറ്റ് ചെയ്യാം. ഇത് ചെയിൻസോ, മരം മുറിക്കാനുള്ളത്. പിന്നെ ഇത് ഫ്ലോട്ടിംഗ് പമ്പ്. ഇത് നമ്മള് പുഴയെന്നൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കും. പുഴയെന്നൊക്കെ ഇത് ഫ്ലോട്ട് ചെയ്ത് വെക്കും, താഴ്ന്നു പോയില്ല. നമ്മൾ കെട്ടി നിർത്തി പുഴയിൽ വെച്ചിട്ട് ഓൺ ആയി കഴിഞ്ഞാല് നമുക്ക് വണ്ടിയിലേക്ക് വെള്ളം അടിച്ച് കയറ്റാം.
ഇത് എഞ്ചിനാണ് അപ്പൊ അല്ലേ? ഇത് മോട്ടർ സ്റ്റാർട്ടാക്കി ആ മെഷീൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കയർ റോപ്പ്. ഇത് പിന്നെ നമ്മുടെ കോമ്പി കട്ടർ. ഇതൊക്കെ നമ്മുടെ ആക്സിഡന്റ് കേസുകളിൽ കട്ടറാണ്. ഹൈഡ്രോളിക് കട്ടർ. അത് കോമ്പി കട്ടർ. ഞാൻ അങ്ങോട്ട് വന്നാലേ കാണുള്ളൂ. ഓക്കെ. ഇത് ആക്സിഡന്റ് കേസിലൊക്കെ നമ്മള് ഇപ്പോ ഡോറൊക്കെ മുറിച്ചെടുക്കാം. ഡോറ് പൊളിച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് അതിന്റെ പമ്പ് ജനറേറ്റർ. ഇതിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. ഹൈഡ്രോളിക് സിസ്റ്റം സിസ്റ്റം. ഇത് ഹൈഡ്രോളിക് ജാക്കാണ്. നമ്മൾ ഇത് ഓൺ ആക്കിയത് പഴയതാണ്. ഇതിന്റെ പുതിയ മോഡലൊക്കെ വന്നിട്ട് കേട്ടോ. ഇത് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. അതായത് നമ്മൾ ഈ ചെറിയ ഗ്യാപ്പിലൊക്കെ ലോറിയിലൊക്കെ ആള് കുടുങ്ങിയാല് അതിന്റെ അടിയിലേക്ക് ഒന്ന് ഉയർത്താൻ ജസ്റ്റ് അനക്കാൻ വേണ്ടിട്ട് ജാക്കാണ്. നമ്മള് ചെറിയ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആളെ പുറത്തേക്ക് എടുക്കാനൊക്കെ വേണ്ടിട്ട് അനക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതിന്ന് ഇത് ഓൺ ആക്കി കഴിഞ്ഞാല് ഇങ്ങോട്ട് നോക്കിയാല് 2 ആരോ മാർക്ക് കിട്ടാനല്ലേ രണ്ടാമത്തെ പിന്നെ ഇത് ഇങ്ങോട്ട് ആക്കിയാൽ അത് തിരിച്ചു കയറും. സ്ട്രക്ചർ ഫോൾഡബിൾ സ്ട്രക്ചർ. ഇത് നമ്മുടെ ഗംബൂട്ട്. ഇത് പിന്നെ നിങ്ങളുടെ സേഫ്റ്റി ഷൂ ഒക്കെ. ഇതിന് സേഫ്റ്റി ഷൂ. ഇതിന് ഹീറ്റ് പ്രശ്നം ഉണ്ടോ? അങ്ങനെ ഇല്ല, ഇത് ഹീറ്റ് ആവില്ല. ഈ ഷൂട്ടിന്റെ ഫയർ ഫൈറ്റിങ്ങിന് പോകുമ്പോ. പിന്നെ ഇത് CPR കൊടുക്കുന്ന ഡമ്മി. ഇത് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡമ്മി ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ. സ്പ്രേയർ. ഇത് നമ്മൾ കോവിഡ് കാലത്ത് നമ്മള് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്നടിച്ചിട്ട് ഉപയോഗിക്കുന്നത്. കോവിഡ് സമയത്ത് ഡിസ്ഇൻഫെക്ഷൻ ചെയ്തിട്ടുണ്ട്. ഓഫീസ് ഗവൺമെന്റ് കോവിഡ് സമയത്തൊക്കെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്തിട്ടുണ്ട്. മറ്റേ വണ്ടികള് സാനിറ്റൈസ് ചെയ്തു. അത് ഡിസ്ഇൻഫെക്ഷൻ ചെയ്ത സ്പ്രേ അടിച്ചിട്ട്. ഇത് നമ്മൾ അവിടെ കണ്ടത് തന്നെ. ഇത് എക്സ്റ്റിങ്ക്വിഷർ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആണ്. ഇത് നമ്മുടെ ഡ്രൈ കെമിക്കൽ. ഇതോ? ഇത് BS എന്ന് പറയും. നമ്മള് ഇപ്പോ നമ്മുടെ ഈ തീപിടുത്തതൊക്കെ ഉണ്ടാകുമ്പോ നമ്മള് ഈ പുക നിറഞ്ഞ അന്തരീക്ഷത്തിൽ ശ്വസിക്കാൻ പറ്റാത്ത അന്തരീക്ഷത്തില് നമ്മള് ഇത് അന്തരീക്ഷമായി നിറച്ചിരിക്കുന്നത്. ഇതുവഴി നമ്മള് ഈ മാസ്കിലേക്ക് കണക്ട് ചെയ്യും. മാസ്കിലേക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനത്തെ മാസ്കിലേക്ക് BS-ന്റെ മാസ്കിലേക്ക് BS-ന് സ്കൂബ സെറ്റിന് വേറെ മാസ്ക് കേട്ടോ. ഈ മാസ്കിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്ത് റൂമിൽ കയറി പോകും. വിഷവാദങ്ങൾ, അതുമാത്രം വിഷവാദങ്ങളൊക്കെ ഉണ്ട്. കെമിക്കൽ ലീക്കോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. ശ്വസിക്കാൻ പറ്റാത്ത കെമിക്കലൊക്കെ ഉണ്ടായ സമയങ്ങളിലും നമുക്ക് ഉപയോഗിച്ചിട്ട് ഉപയോഗപ്പെടും. അപ്പോൾ ഓക്കെ, താങ്ക് യു സാർ. ഒരുപാട് നല്ല വിശദീകരണം. താങ്ക് യു. സാറിൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ. രണ്ടുപേരും തിരൂര് തന്നെയാണ്. ഓക്കെ ഓക്കെ, ശരി.